ജൂലൈ മാസത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ബി.ജെ.പിയിൽ നിന്നും മാറ്റിയിരിക്കണം. ഇതൊരു പ്ലോട്ടാണ്. ഈ പ്ലോട്ട് നടപ്പാക്കാൻ CPM, കോൺഗ്രസ്, പോലീസ് ഈ മൂന്ന് കൂട്ടരുടെ സംഘടിതമായ നീക്കമുണ്ട്. CPM എന്ന് പറയുമ്പോൾ LDF, കോൺഗ്രസ് എന്ന് പറയുമ്പോൾ UDF. LDFും UDFും ഒരേപോലെ താല്പര്യമെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് തിരുവനന്തപുരത്തെ പോലീസ്. തിരുവനന്തപുരത്തെ ഒരു പോലീസ് ഓഫീസർ വിപിൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ ഉപയോഗിച്ചിട്ടാണ് ഈ നീക്കങ്ങൾ ആദ്യം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോലീസ് ഓഫീസർമാരെയൊക്കെ സ്ഥലം മാറ്റിയപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന ഓഫീസറാണ് വിപിൻ. സ്വാഭാവികമായും അയാളെ അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. അയാളെ അവിടെ തന്നെ നിലനിർത്തിയത് CPMൻ്റെ മാത്രം താല്പര്യമല്ല, ഇപ്പോൾ അത് കോൺഗ്രസിൻ്റെയും കൂടി താല്പര്യമായിരിക്കുന്നു, VD സതീശൻ്റെയും താല്പര്യമായിരിക്കുന്നു. തലസ്ഥാനത്ത് VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ BJPയുടെ ഒരു മേയർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന കക്ഷിക്ക് അസഹ്യമായ ഒരു വസ്തുതയാണ്. ആ സാഹചര്യം ഒഴിവാക്കണം. കാരണം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രി വിളിക്കുന്ന എല്ലാ യോഗങ്ങളിലും BJPയുടെ മേയറെ പങ്കെടുപ്പിക്കണം. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, VVIPകൾ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതിയെ പോലെയുള്ള ആളുകൾ പങ്കെടുത്താൽ ആ ചടങ്ങുകളിൽ മേയറുടെ സാന്നിധ്യം ഉറപ്പാക്കണം. ഒപ്പം മുഖ്യമന്ത്രി ഉണ്ടാവണം. അങ്ങനെ മുഖ്യമന്ത്രിക്കൊപ്പം BJPയുടെ മേയർ ഇരിക്കുന്നത് കേരളത്തിലെ ഭരണമുന്നണിയെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം CPM ഇക്കാലം അത്രയും ഭരിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരുപാട് അഴിമതികൾ പുറത്തു വരും. പാളയം മാർക്കറ്റിലടക്കം CPMൻ്റെ ഗുണ്ടായിസം നടത്തി അവരുടെ ഗുണ്ടകൾ കൈയടക്കി വെച്ചിരുന്ന പാർട്ടി ഓഫീസുകൾ, സ്ഥാപനങ്ങളൊക്കെ പൊളിച്ചു നീക്കിക്കൊണ്ട് ഒരു യോഗി ആദിത്യനാഥ് മോഡലിൽ നടപടികളെടുക്കുകയാണ് BV രാജേഷ്. ഭരണത്തിലേറി 6 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ മേയർ ആരാണെന്ന് ചോദിച്ചാൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന മേയർ, കേരളത്തിലെ 4-5 മേയർമാർ വേറെ വിട്ട്. പക്ഷേ ആ മേയർമാരുടെയൊക്കെ പേര് ആർക്കറിയാം? ആകെ അറിയാവുന്ന മേയർ BV രാജേഷ് എന്ന മേയറുടെ പേര് മാത്രമാണ്. അതാണ് BJPയുടെ ഒരു മേയർ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേയറായി, കേരളത്തിലെ ഏക മേയറായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. സുരേഷ് ഗോപി പാർലമെൻറ്റിലേക്ക് ജയിച്ചു വന്നപ്പോൾ 20 MP ഉണ്ടായിട്ടും സുരേഷ് ഗോപി എന്ന ഒറ്റ MP മാത്രം കേരളം ചർച്ച ചെയ്തതുപോലെ കേരളത്തിലെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന മേയറായി രാജേഷ് മാറുകയും തിരുവനന്തപുരം നഗരം കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അകമഴിഞ്ഞ പിന്തുണയോടെ വലിയ തോതിലുള്ള കുതിച്ചുചാട്ടങ്ങൾക്ക്, വികസനങ്ങൾക്ക് തുടക്കമിടുകയും മാതൃകാപരമായ പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കുകയും ചെയ്തിരിക്കുന്നത് തങ്ങളുടെ കാൽ കീഴിലെ മണ്ണ് ഒലിപ്പിച്ച് കളയുമെന്ന് ഇടതു വലതു മുന്നണികൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ അവർ ഈ ഭരണസമിതി നിലവിൽ വന്ന ദിവസം മുതൽ നടത്തിയ ആലോചനകൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന അക്രമം. മേയറെ ഓഫീസിൽ കയറ്റില്ല. എന്താ കാരണം? സത്യപ്രതിജ്ഞാ വിവാദം. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞു, തിരുവനന്തപുരം മേയർ സ്ഥാനം, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ടതാണ്. BJPയുടെ ബാധ്യതയാണത്. പക്ഷേ അതിനെ ഒരു കുട്ടിക്കളി പോലെ കണ്ടതുകൊണ്ടാണ് ഈ സത്യപ്രതിജ്ഞാ വിവാദമുണ്ടായത്. മുനിസിപ്പൽ നിയമത്തിലെ സെക്ഷൻ 143 പ്രകാരം പറഞ്ഞിട്ടുള്ള വ്യവസ്ഥ പ്രകാരം വേണം സത്യപ്രതിജ്ഞ ചെയ്യാൻ. ഒന്നെങ്കിൽ ദൈവനാമത്തിൽ, അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ. ഇത് കോടതി വിധിയുണ്ട്. കോടതിയുടെ മറ്റൊരു വിധിയും വന്നിട്ടുണ്ട്. ദൈവം എന്നതിൻ്റെ പരിഗണനയിൽ, നിർവചനത്തിൽ അള്ളാഹു വരും, അയ്യപ്പനും വരും. അതുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ അയ്യപ്പൻ്റെ പേരിലോ അള്ളാഹുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ ഡിവിഷൻ ബെഞ്ച് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിക്കുമ്പോൾ ഇന്നലെ PV കുഞ്ഞികൃഷ്ണൻ ജസ്റ്റിസിൻ്റെ വിധി അത്ര ശരിയാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. പക്ഷേ ആ വിധിയിൽ അസന്നിഗ്ധമായി കോടതി പറഞ്ഞിട്ടുണ്ട്, നിയമത്തിലെ 531 വകുപ്പ് അനുസരിച്ച് ഇതുവരെ കോർപ്പറേഷൻ എടുത്ത എല്ലാ നടപടികളും സാധുവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ കൗൺസിലർമാർ ചേർന്ന് മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞെടുത്തത് അടക്കമുള്ള നടപടികൾ ശരിയായിരിക്കും. 4 ആഴ്ചയ്ക്കുള്ളിൽ ഇവർ വീണ്ടും സെക്ഷൻ 143 പറയുന്ന തരത്തിലുള്ള സത്യപ്രതിജ്ഞ എടുത്താൽ മതി എന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായി കോടതി ഉത്തരവ് പുറത്ത് വന്നു കഴിഞ്ഞും ചില മാധ്യമങ്ങൾ മേയർ രാജേഷിനെ കണ്ടിട്ട് ചോദിക്കുന്നത്, അപ്പോൾ ഇനി മേയർ തെരഞ്ഞെടുപ്പ്, ഡെപ്യൂട്ടി മേയറുടെ തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുമോ?
രാജേഷ് തിരിച്ചു ചോദിച്ചു, അല്ല നിങ്ങളുടെ ഈ ജഡ്ജ്മെൻറ്റിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യണം എന്നതല്ലാതെ മറ്റൊന്നും കോടതി പറഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല ഈ ഭരണസമിതിക്ക് തുടരാം, അവരെടുത്ത എല്ലാ തീരുമാനങ്ങളും സാധുവായിരിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ എന്തടിസ്ഥാനത്തിലാണ് CPMകാർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? രാജിവെക്കണം എന്ന് പറയുന്നത്, മേയർ രാജിവെക്കണം എന്ന് പറഞ്ഞ് ഇവരുടെ ആവശ്യമാണ്, ഇവരുടെ ആഗ്രഹമാണ്. അത് സാധിച്ചു കൊടുക്കേണ്ട ബാധ്യതയൊന്നും ഒരു ജനാധിപത്യ പാർട്ടിക്കില്ല, തിരുവനന്തപുരം മേയർക്കില്ല. ഇത് കൃത്യമായും CPMന് അറിയാം. CPMന് അത് കൃത്യമായിട്ടും അറിയാം. മുമ്പ് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് കൗൺസിലർ സുഗതനെ കള്ളക്കേസുകൾ ചുമത്തി, ഒരു രാഷ്ട്രീയ പ്രവർത്തകന് സ്വാഭാവികമായും ഉണ്ടാകാവുന്ന തരത്തിലുള്ള കേസുകൾ ചുമത്തി, കാപ്പ ചുമത്തി ജയിലിലടച്ചു. ഇന്നലെയാണ് സർക്കാർ അതിന് അനുമതി കൊടുത്തത്. അപ്പോൾ മുനിസിപ്പൽ നിയമപ്രകാരം 3 യോഗങ്ങളിൽ തുടർച്ചയായി അല്ലെങ്കിൽ 3 മാസം പങ്കെടുത്തില്ലെങ്കിൽ അംഗത്വം നഷ്ടപ്പെടും. അതേക്കുറിച്ചും രാജേഷ് ഇന്നലെ വിശദീകരിച്ചു. കഴിഞ്ഞ മാസം 28-ാം തീയതി നടന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി 3 മാസം പങ്കെടുക്കാതിരിക്കാം, തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കാം. 3 മാസം സൂതൻ ജയിലിലൊന്നും കഴിയില്ലല്ലോ. സൂതൻ്റെ സത്യപ്രതിജ്ഞ ഇപ്പോൾ നടന്നിട്ടില്ല, അതൊരു സാങ്കേതിക പ്രശ്നമാണ്. അങ്ങനെ നോക്കുമ്പോൾ 50-50 എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും നിൽക്കുന്നത്. പ്രതിപക്ഷത്ത് LDFന് 29 സീറ്റ്, UDFന് 21 സീറ്റ്, BJPക്ക് 50 സീറ്റ്, ഒരു സ്വതന്ത്രൻ്റെ പിന്തുണ. അതുകൂടി ഉണ്ടെങ്കിലും ഒരു കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്യാതെ ജയിലിൽ കഴിയുന്നു, ജയിലിൽ അടച്ചു മനഃപൂർവ്വം. ഇതൊരു പ്ലാനിൻ്റെ ഭാഗമാണ്. ഇനി വേണ്ടി വന്നാൽ ആ സ്വതന്ത്രനെ പിടിക്കാൻ ഇവർ നോക്കും. മറ്റ് ഒരംഗത്തെ കൂടി എങ്ങനെയെങ്കിലും കേസിൽ കുടുക്കി ജയിലിലാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം LDFും UDFും ചേർന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കും. കാരണം ഇനി അവർക്ക് ഒന്നിച്ച് നിന്നാലും ജനങ്ങളോട് മറുപടി പറയണ്ട. ഇനി ഒരു തെരഞ്ഞെടുപ്പ് 2029 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങ് ഒന്നിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചേക്കാം. അല്ലെങ്കിൽ ഒരു കറുത്ത കുതിരയെ പിടിച്ചെടുത്ത് അയാളെ മേയറാക്കി, ഒരു പാവ മേയറെ ഉണ്ടാക്കി 2 കൂട്ടരും പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം എന്നിവർ ആലോചിക്കുന്നു. ആ പ്ലോട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവുമില്ല. ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, സത്യപ്രതിജ്ഞ മാത്രം ചെയ്താൽ മതി, ബാക്കിയൊന്നും പ്രശ്നമില്ല, അത് തുടരും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കക്ഷിയെ അധികാരം കൈയാളാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് CPM ഗുണ്ടായിസം കാണിക്കുന്നത്? CPM പഴയ ചില ഓർമ്മകളുടെ തഴമ്പുകൾ തടവിയിരിക്കുകയാണ്. അവരുടെ ധാരണ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്, ജില്ലയാണ് എന്ന് കരുതി മസിൽ പവറും കാണിക്കാൻ അങ്ങോട്ട് ചെന്നാൽ പഴയ BJP അല്ല തിരുവനന്തപുരത്ത് BJP. പല മണ്ഡലങ്ങളിലും CPM എന്ന് പറയുന്ന പാർട്ടി, LDF എന്ന് പറയുന്ന പാർട്ടി 3-ാം സ്ഥാനത്താണ് എന്ന് അവർ ഓർമ്മിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നതിന് ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്? BJP കൗൺസിലർമാർ മത്സരിച്ച് ജയിച്ച വാർഡുകളിലെല്ലാം കുടിവെള്ളം മുടക്കി, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചിട്ട്, ജലസേചന വകുപ്പിനെ ഉപയോഗിച്ചിട്ട്. ആറ്റുകാൽ പൊങ്കാല അട്ടിമറിക്കാൻ വേണ്ടി കുടിവെള്ളത്തിൻ്റെ വിതരണം തടസ്സപ്പെടുത്തി. പകരം കോർപ്പറേഷൻ ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടുവന്നാണ് പൊങ്കാലയ്ക്ക് ഒരു ഭംഗവും വരുത്താതെ ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിച്ചത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഈ ജൂലൈ മാസത്തിൽ തിരുവനന്തപുരത്ത് BJPയുടെ കോർപ്പറേഷൻ ഉണ്ടാവരുത്, BJPയുടെ ഭരണം അവസാനിപ്പിക്കണമെന്ന് ഇടതു വലതു മുന്നണികളും പോലീസും ചേർന്ന് ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ആ പ്ലോട്ട് ഇപ്പോൾ നടക്കുകയാണ്. നിർഭാഗ്യവശാൽ ഈ പ്ലോട്ട് നടപ്പാക്കാനുള്ള കരുക്കൾ നമ്മുടെ BJP സുഹൃത്തുക്കൾ തന്നെ ചെയ്തു കൊടുത്തതാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. കാരണം ഇന്നലെ ഞാനത് പറഞ്ഞതാണ്. കാരണം എന്തിനാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ വിശ്വാസം, ശ്രീ പത്മനാഭനും ആറ്റുകാലമ്മയും ശ്രീനാരായണ ഗുരുദേവനും ബലിദാനികളും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ നമുക്ക് മുനിസിപ്പൽ നിയമത്തിലെ 143-ാം വകുപ്പ് പറയുന്നത് ഒന്നെങ്കിൽ ദൈവനാമത്തിൽ പ്രതിജ്ഞ, അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ എന്ന് പറഞ്ഞിരിക്കെ, നിർവചിച്ചിരിക്കെ അതൊരു ഡിസ്പ്യൂട്ടിലേക്ക് പോകുന്ന തരത്തിൽ എന്തിനാണ് നമ്മളത് ഉപയോഗിച്ചത്? അതിനകത്തൊരു സൂക്ഷ്മത കുറവ് വന്നിട്ടുണ്ട്. ആയുധം എതിരാളികൾക്ക് കൊടുത്തത് നമ്മളാണ്, പക്ഷേ അവരത് നിയമവിരുദ്ധമായി നമുക്കെതിരെ പ്രയോഗിക്കുകയാണ്. അതിനെ സമാധാനത്തിൻ്റെ ഭാഷയിലൊന്നും ചിലപ്പം നേരിടാൻ BJPക്കാർക്ക് തോന്നി എന്ന് വരില്ല. കാരണം അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അന്യായം പറയുന്നു, അനീതി പറയുന്നു, ഗുണ്ടായിസം കാണിക്കുന്നു, ജനാധിപത്യപരമായി കിട്ടിയ ഒരു മാൻഡേറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പ്രതികരിച്ചു പോകും.
പിണറായി വിജയൻ പറയുന്ന വർത്തമാനമുണ്ടല്ലോ, അല്ല അത് ജനങ്ങളുടെ വൈകാരിക പ്രതികരണമാണ്. തൻ്റെ മകളെ ചോദ്യം ചെയ്യാനായിട്ട് വീട്ടിലേക്ക് ഇ ഡി വന്നപ്പോൾ അവരെ ആക്രമിച്ചതിനെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞതാണ്, ഗോവിന്ദൻ പറഞ്ഞതാണ്. അങ്ങനെ വൈകാരികമായി പ്രതികരിക്കാൻ കഴിയുന്ന ജനങ്ങൾ CPM-ൻ്റെ കൂടെ മാത്രമല്ല എന്ന് പിണറായി വിജയനും ഗോവിന്ദനും കൂടി ഓർമ്മിക്കുന്നത് നല്ലതാണ്. എല്ലാവരും അങ്ങനെ വൈകാരികമായി പ്രതികരിക്കുന്നത് ശരിയാണെന്ന അഭിപ്രായമൊന്നുമില്ല. പക്ഷെ തെമ്മാടിത്തരം കണ്ടാൽ ഏതൊരാളും മുണ്ട് മടക്കെ കുത്തിപ്പോകും. തിരുവനന്തപുരത്ത് നടക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്, അന്യായമാണ്, ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്, മസിൽ പവർ കാണിക്കാനുള്ള നീക്കമാണ്, ഗുണ്ടായിസമാണ്, ഹൈക്കോടതി വിധിയെ അട്ടിമറിക്കലാണ്. ഇതിനെ എങ്ങനെ ജനാധിപത്യ പാർട്ടികൾക്ക് ന്യായീകരിക്കാൻ കഴിയും? പക്ഷേ കേരളത്തിലെ ജനാധിപത്യ പാർട്ടികൾ, ഭരണഘടനയെക്കുറിച്ച് പറയുന്നവർ, നീതി നിർവഹണത്തെക്കുറിച്ച് പറയുന്നവർ, റൂൾ ഓഫ് ലോയെക്കുറിച്ച് പറയുന്നവർ, രണ്ട് മുന്നണികളും ചേർന്ന് ഇതിനെ ന്യായീകരിക്കും. കാരണം BJP എന്ന് പറയുന്ന ഒരു കക്ഷി തൊട്ടുകൂടാത്തവരാണ്, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരാണ് എന്ന തരത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇവർ. പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞുപോയി എന്ന് ഗോവിന്ദനും പിണറായിയും വേണ്ടി വന്നാൽ സതീശനും ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. തീക്കൊള്ളി കൊണ്ട് ആരും തല ചൊറിയാൻ നിൽക്കരുത്. പക്ഷേ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പാഠമാണ്. നമുക്ക് നമ്മുടെ ആശയപ്രചാരണം, വിശ്വാസങ്ങളൊക്കെ എടുത്തു കാണിക്കാൻ ഒരുപാട് വേദികൾ വേറെയുണ്ട്. ഈ ഭരണഘടനാനുസൃതമായി അല്ലെങ്കിൽ നിലവിലുള്ള നിയമാനുസൃതമായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിനെ ഇങ്ങനെ ഉപയോഗിക്കണമായിരുന്നു എന്ന് മാത്രം ആലോചിക്കുക. ഏതായാലും തിരുവനന്തപുരത്തെ കഥ ഇവിടെ കഴിയുന്നില്ല. പിക്ചർ അബീബി ബാക്കി ഹേ. നമുക്ക് ഇത് റീൽസ് മാത്രമാണ്, ട്രെയിലർ മാത്രമാണ്. ബാക്കി കഥ നമുക്ക് വഴിയേ പറയാം. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് നടക്കുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നീക്കമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ചെറുത്ത് തോൽപ്പിച്ച് പരാജയപ്പെടുത്തേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നു. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും അത് ചെയ്യണം.